ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് 2026 ജൂലൈ മാസം 10 വെള്ളിയാഴ്ച. ലൈഫ് വേദപുസ്തക വായന പഠനത്തിൻ്റെ 281 ദിനത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ സ്കറിയ മാത്യു അച്ഛൻ, കരിപ്പുറത്ത് നിന്ന്. ഇന്ന് നാം ഒരുമിച്ച് വായിച്ചു പഠിക്കുന്ന വേദഭാഗം നെഹമ്യ 8-ാം അധ്യായം. നെഹമ്യാവ് 8-ാം അധ്യായം. നെഹമ്യാവ് 8-ാം അധ്യായം എസ്രായുടെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു എന്ന് വേണം നാം കരുതുവാൻ. പ്രത്യേകമായി നെഹമ്യാവ് ഈ അധ്യായം ഇവിടെ ചേർക്കുവാനായിട്ടുള്ള കാരണം നെഹമ്യാവിൻ്റെ സാമൂഹിക ബോധം മതിൽ പണിയുന്നതിലൂടെയും ആത്മീയ ബോധം തൻ്റെ പ്രാർത്ഥന ജീവിതത്തിലൂടെയും ജനങ്ങൾ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മീയ ബോധം ന്യായപ്രമാണത്തിൻ്റെ വായനയിലൂടെ, എസ്രാ ശാസ്ത്രിയിലൂടെ ജനത്തിന് പകർന്നു നൽകുവാനായിട്ട് വളരെ പ്രാർത്ഥനാപൂർവം ഈ അധ്യായം ഇതിൽ ചേർത്തിരിക്കുന്നു എന്ന് നാം അനുമാനിക്കണം. നെഹമ്യാവ് 8-ാം അധ്യായത്തെ 3 ഭാഗിക്കാം. 8-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളിൽ മോശയുടെ ന്യായപ്രമാണം വായിക്കുന്നു. 8-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ജനത്തിൻ്റെ പ്രതികരണം ചേർത്തിരിക്കുന്നു. 8-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള ഭാഗങ്ങൾ കൂടാരപ്പെരുന്നാൾ ആചരിക്കുന്ന ജനത്തെ, അല്ലെങ്കിൽ കൂടാരപ്പെരുന്നാൾ ഉത്സവം ആചരിക്കുന്ന ജനത്തെ നമുക്ക് വായിച്ച് അറിയുവാൻ കഴിയും. 8-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ എസ്രാ, പുരോഹിതനും ശാസ്ത്രിയുമായ എസ്രാ ന്യായപ്രമാണം വായിക്കുന്നു. പഞ്ചഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ പഞ്ചഗ്രന്ഥങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആവർത്തന പുസ്തകമോ ഉൾക്കൊണ്ടിരിക്കുന്ന ന്യായപ്രമാണമായിരിക്കാം എസ്രാ വായിച്ചത് എന്ന് അനുമാനിക്കുന്നു. എസ്രാ എബ്രായ ഭാഷയിൽ വായിക്കുമ്പോൾ അത് ജനത്തിന് മനസ്സിലാകുവാൻ അരാമയ ഭാഷയിൽ ഭാഷാന്തരം ചെയ്യുവാൻ പലരെയും ഏൽപ്പിക്കുന്നു. അതുപോലെ തന്നെ എസ്രാ പുസ്തകം വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ ജനമെല്ലാം എഴുന്നേറ്റ് നിന്നു എന്ന് അവിടെ വായിക്കുന്നു. 8-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ജനത്തിൻ്റെ പ്രതികരണമായി ന്യായപ്രമാണം വായിച്ചു കേട്ടപ്പോൾ തങ്ങൾക്ക് ഇതൊന്നും അറിവില്ലായിരുന്നു എന്ന് ഓർത്ത് കരയുന്നു. അവരുടെ പാപബോധവും അനുഭവിക്കാനായിട്ട് പോകുന്ന ശിക്ഷകളെക്കുറിച്ച് ഉള്ള ഓർമ്മയും അവരെ കരയുന്നതിന് ഇടയാക്കുന്നു. എന്നാൽ പുരോഹിതന്മാരും ലേവ്യരും എസ്രയും ചേർന്ന് അവരെ ആശ്വസിപ്പിക്കുന്നു. ഇത് കരയേണ്ട ദിനമല്ല, ഇത് കർത്താവിൽ സന്തോഷിക്കേണ്ട ദിനമാണ് എന്ന് ജനത്തെ ഓർപ്പിച്ച് ആശ്വാസവും സമാധാനവും കൈക്കൊള്ളുന്നു. 8-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ കൂടാരപ്പെരുന്നാൾ ആചരിക്കുന്ന, ഉത്സവം ആചരിക്കുന്നതായ ജനം. ഈ കൂടാരപ്പെരുന്നാളിൻ്റെ സ്വഭാവം തന്നെ സ്തോത്രം അർപ്പിക്കുകയാണ്. ആവർത്തനം 16-ന്റെ 13 മുതൽ 15 വരെയും ലേവ്യ 23-ന്റെ 33 മുതൽ 48 വരെയുള്ള ഭാഗങ്ങൾ കൂടാരപ്പെരുന്നാളിനെ വിവരിച്ചിരിക്കുന്നു. ഇതേപ്പറ്റി ശലോമോൻ്റെ കാലത്ത് അറിവുണ്ടായിരുന്നു. 1 രാജാക്കന്മാർ 8-2. വടക്കേ രാജ്യത്ത് ഹോശേയയ്ക്കും ഇതിനെപ്പറ്റി പ്രത്യേകമായിട്ട് അറിവുണ്ടായിരുന്നു. ഹോശേയ 12-9. സെരുബാബേലും കൂട്ടരും ഉത്സവം ആചരിച്ചു. എസ്രാ 3-4 രേഖപ്പെടുത്തിയിരിക്കുന്നു. രാജഭരണത്തിൻ്റെയും കനാന്യ സംസ്കാരത്തിൻ്റെയും അതുപോലെ തന്നെ പ്രവാസകാലത്തിൻ്റെയും ഇടയിൽ ഈ കൂടാരപ്പെരുന്നാളിൻ്റെ പ്രത്യേകതകൾ
മറന്നുപോയ ജനം. എന്നാൽ കുടുംബസഹിതം ന്യായപ്രമാണം വായിക്കുക എന്നതായിരുന്നു കൂടാര പെരുന്നാളിൻ്റെ മുഖ്യമായ പരിപാടി. അതുതന്നെയാണ് എസ്ര 3:4 യഹൂദന്മാർ കൂടാര പെരുന്നാൾ ആചരിച്ചതായി പറഞ്ഞിരിക്കുന്നു. ആയതിനാൽ നെഹമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായം ഇന്നിൻ്റെ ജീവിതാനുഭവങ്ങളോട് സംസാരിക്കുന്നതായ ഒരു അധ്യായമാണ്. കാരണം വചനം വായിക്കുക മാത്രമല്ല, വചനം നമ്മെ അനുതാപത്തിലേക്കും സമർപ്പണത്തിലേക്കും പ്രത്യേക വ്യക്തികളുടെയും കുടുംബത്തിൻ്റെയും അനുതാപ സമർപ്പണത്തിലേക്കും വരേണ്ടത് ആവശ്യമാണ്. ആയതിനാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ നമ്മോട് സംസാരിക്കുകയും ഇടപെടുകയും അനുതാപത്തിലൂടെയും സ്തോത്രത്തിലൂടെയും ദൈവകൃപ വർദ്ധിപ്പാൻ ഇടയായിത്തീരുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. Have a blessed day. May God bless us all. Amen.